ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലന്റ്. ഇറ്റ്സ് മീ അനസ് അബ്ദുൽ സാർ. മക്കളെ എല്ലാവർക്കും സ്വാഗതം, സുസ്വാഗതം. യെസ്, കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ സിന്റാക്സുകളെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ്. മസ്റ്റ് ആയിട്ട് പഠിക്കേണ്ട ഐറ്റംസ് തന്നെയാണ്. ഒരിക്കലും മിസ്സാക്കി കൂടാൻ പറ്റാത്തതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് കൺട്രോൾ സ്റ്റേറ്റ്മെന്റ് സിന്റാക്സുകൾ നമുക്ക് നോക്കാം. നമുക്ക് കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് രണ്ടായിട്ട് ക്ലാസ് ചെയ്യാം. സെലക്ഷൻ സ്റ്റേറ്റ്മെന്റ്സും ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്സ്. ഓക്കെ, അതിലെ സെലക്ഷൻ സ്റ്റേറ്റ്മെന്റ്സ് നമുക്ക് നോക്കാം. എത്ര ടൈപ്സ് ഉണ്ട് മക്കളെ? 5 ടൈപ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ ഈസ് സിമ്പിൾ ഇഫ് എൽസ്, എസ്റ്റഡ് ഇഫ് എൽസ് ലാഡർ, ഇഫ് എൽസ് ലാഡർ, ദെൻ അഞ്ചാമത്തെ സ്വിച്ച്. ഓക്കെ, ഇഫിന്റെ സിന്റാക്സ് നോക്കാം. നമുക്ക് നോക്കാം. യെസ്, ഇഫ് ടെസ്റ്റ് എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്തോ കണ്ടീഷൻ ചെക്ക് ചെയ്യും. കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ട് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യും. അതർവൈസ് കൺട്രോൾ നേരെ പുറത്തോട്ട് പോകും. മക്കളെ വർക്കിംഗ് പഠിച്ചോണം, സിന്റാക്സും പഠിക്കണം, വർക്കിംഗ് പഠിച്ചിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ നോക്കാം. അതിന്റെ ഒരു എക്സാമ്പിൾ നോക്കാം. എ ഗ്രെയ്റ്റർ ബി, എയുടെ വാല്യൂ ബി യെക്കാളും വലുതാണെങ്കിൽ എ പ്രിന്റ് ചെയ്യും. അതർവൈസ് കൺട്രോൾ നേരെ പുറത്തോട്ട് വരും. ഇതാണ് സിമ്പിൾ ഇഫിന്റെ സിന്റാക്സും എക്സാമ്പിളും അതിന്റെ വർക്കിംഗ് ആണ്. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യും. അതർവൈസ് കൺട്രോൾ നേരെ പുറത്തോട്ട് വരും. നെക്സ്റ്റ് എടുത്ത് നോക്കാം. ഇഫ് എൽസ് എങ്ങനെയാ വർക്ക് ചെയ്യുന്നത്? ഇഫ് ടെസ്റ്റ് എക്സ്പ്രഷൻ സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് 1, എൽസ് സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് 2. ടെസ്റ്റ് എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യും. അത് ട്രൂ ആണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് 1 എക്സിക്യൂട്ട് ചെയ്യും. അതർവൈസ് എൽസ് ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യും. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ട്രൂ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യും. അല്ലെങ്കിൽ ട്രൂ അല്ലെങ്കിൽ എൽസ് മീൻസ് ഓർ അഥവാ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് 2 എക്സിക്യൂട്ട് ചെയ്യും. ഇവിടെ വെക്കാം. നമ്മളൊരു ഏജിന് വാല്യൂ ഇൻപുട്ട് കൊടുക്കുന്നു. ഏജ് 18 അതിൽ കൂടുതലോ ആണെങ്കിൽ എന്ത് പ്രിന്റ് ചെയ്യും? എലിജിബിൾ ഫോർ ഡിസ്പ്ലേ ആയിട്ട് വരും. അല്ല, ഏജിന്റെ വാല്യൂ 18 അതിൽ കൂടുതലോ അല്ല എങ്കിൽ എന്ത് ഡിസ്പ്ലേ? മക്കളെ നോട്ട് എലിജിബിൾ ഡിസ്പ്ലേ ആയിട്ട് വരും. ഡിസ്പ്ലേ ആയിട്ട് വരും. ക്ലിയർ ആണോ? ഇതാണ് ഇഫ് എൽസ്. ഇതാണ് നമുക്ക് എന്ത് ഇഫ് എൽസ് എന്ന് പറഞ്ഞാൽ. ക്ലിയർ ആണോ? യെസ്. നെക്സ്റ്റ് എടുത്ത് നോക്കാം. എന്താണ് നെസ്റ്റഡ് ഇഫ് എൽസ്? എന്ന് പറയുന്നത് ഇഫ് ടെസ്റ്റ് എക്സ്പ്രഷൻ 1, ഇഫ് ടെസ്റ്റ് എക്സ്പ്രഷൻ 2, സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് 1, എൽസ് സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് 2. ഓക്കെ, എൽസ് ബോഡി ഓഫ് എൽസ്. ഇവിടെ വെക്കാം. എക്സ്പ്രഷൻ 1 ട്രൂ ആണെങ്കിൽ എക്സ്പ്രഷൻ 2 വരും. എക്സ്പ്രഷൻ 2 ട്രൂ ആണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് 1 എക്സിക്യൂട്ട് ചെയ്യും. എക്സ്പ്രഷൻ 2 ഫോൾസ് ആണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് 2 എക്സിക്യൂട്ട് ചെയ്യും. എക്സ്പ്രഷൻ 1 ഫോൾസ് ആണെങ്കിൽ ബോഡി ഓഫ് എൽസ് എക്സിക്യൂട്ട് ചെയ്യും. ഇതാണ് നെസ്റ്റഡ് ഇഫ് എൽസിന്റെ സിന്റാക്സ് എന്ന് പറഞ്ഞാൽ. ഒരു എക്സാമ്പിൾ സാറോട് കൊടുത്തേപ്പെടും. എന്താണ് നെസ്റ്റഡ് ഇഫ് എൽസ് എന്ന് പറഞ്ഞാൽ? ഒരു ഇഫിന്റെ ബ്ലോക്കിൽ മറ്റൊരു ഇഫ് വരുന്നു. അതിനെന്ത് വിളിക്കാം? നെസ്റ്റഡ് ഇഫ് എൽസ് എന്ന് വിളിക്കാൻ സാധിക്കും. മക്കളെ സിന്റാക്സ് എക്സാമ്പിൾ അത് വെച്ച് പഠിച്ച് തന്നെ പൊക്കോളൂ കേട്ടോ, ഒരിക്കലും മിസ്സാക്കല്. നെക്സ്റ്റ് നോക്കാം. ഇഫ് എൽസ് ഇഫ് ലാഡർ എൽസ് ഇഫ് ലാഡർ. നമുക്ക് നോക്കാം. ഇഫ് എൽസ് ഇഫ് ലാഡർ എന്ന് നോക്കാം. ഇഫ് ടെസ്റ്റ് എക്സ്പ്രഷൻ 1, സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് 1, എൽസ് ഇഫ് ടെസ്റ്റ് എക്സ്പ്രഷൻ 2, സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് 2, എൽസ് ഇഫ് ടെസ്റ്റ് എക്സ്പ്രഷൻ 3, സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് 3, എൽസ് എക്സെട്ര എൽസ് സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് n. ഇവിടെ വെക്കാം. ടെസ്റ്റ് എക്സ്പ്രഷൻ 1 ട്രൂ ആണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് 1 എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, ടെസ്റ്റ് എക്സ്പ്രഷൻ 1 ഫോൾസ് ആണെങ്കിൽ നെക്സ്റ്റ് കണ്ടീഷനിൽ വരും. ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് 2 എക്സിക്യൂട്ട് ചെയ്യും. ആ കണ്ടീഷൻ ഫോൾസ് നെക്സ്റ്റ് കണ്ടീഷനിൽ വരും. ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ അതിന്റെ നേരെയുള്ള സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യും. അതർവൈസ് അടുത്ത കണ്ടീഷനിൽ വരും. അപ്പൊ നമുക്ക് ഒന്നിൽ കൂടുതൽ മൾട്ടിപ്പിൾ കണ്ടീഷൻസ്, ഒരുപാട് കണ്ടീഷൻസ് ഇവിടെ റൈറ്റ് ചെയ്യാൻ പറ്റും. എൽസ് ഇവിടെ റൈറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഏതാണ്? എൽസ് ബ്ലോക്കാണ്. എൽസ് ബ്ലോക്കിന് മുകളിൽ എല്ലാ കണ്ടീഷനും അല്ലെ, എൽസ് ബ്ലോക്കിന് മുകളിൽ എല്ലാ കണ്ടീഷനും ഫോൾസ് ആണെങ്കിൽ എൽസ് ബ്ലോക്കിന് താഴെയുള്ള സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, ഇതാണ് നമ്മൾ എന്ത് എൽസ് ഇഫ് അഥവാ ഇഫ് എൽസ് ഇഫ് ലാഡർ എന്ന് പറയാം. മനസ്സിലായോ? നെക്സ്റ്റ് എടുത്ത് നോക്കാം. സ്വിച്ച് നോക്കാം. സ്വിച്ച് എക്സ്പ്രഷൻ കേസ് കോൺസ്റ്റന്റ് 1, കേസ് കോൺസ്റ്റന്റ് 2, എക്സെട്ര കേസ് കോൺസ്റ്റന്റ് n-1, ഡിഫോൾട്ട് സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് n. ഇവിടെ നോക്കാം. എക്സ്പ്രഷൻ വേരിയബിളും കോൺസ്റ്റന്റ്സുമായിട്ട് കമ്പയർ ചെയ്തു. എക്സ്പ്രഷൻ വേരിയബിളും കോൺസ്റ്റന്റുമായിട്ട് കമ്പയർ ചെയ്തു. അവിടെ നോക്കാം. അതുമായിട്ട് കമ്പയർ ചെയ്തിട്ട് സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യുകയാണെങ്കിൽ, ഇവിടെ നോക്കാം. എക്സ്പ്രഷൻ വേരിയബിളും കോൺസ്റ്റന്റുമായിട്ട് കമ്പയർ ചെയ്യും. കമ്പയർ ചെയ്തിട്ട് അത് മാച്ച്, എക്സ്പ്രഷൻ വേരിയബിളും കോൺസ്റ്റന്റ് മാച്ച് ആകുവാണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യും. അതർവൈസ് എന്താ വരിക? ഇവിടെ എല്ലാ കോൺസ്റ്റന്റുമായിട്ട് കമ്പയർ ചെയ്യും. ആ കോൺസ്റ്റന്റ് കമ്പയർ ചെയ്തിട്ട് മാച്ച് ആയെങ്കിൽ അതിന്റെ നേരെയുള്ള സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യും. അതർവൈസ് എന്താ വരിക? ഡിഫോൾട്ട് സ്റ്റേറ്റ്മെന്റ് വർക്ക് ചെയ്യും. ഓക്കെ, ഇവിടെ ഡേയുടെ വാല്യൂ 1 ആണെങ്കിൽ സൺഡേ പ്രിന്റ് ചെയ്യും. അല്ല, ഡേയുടെ വാല്യൂ 1 അല്ല 2 ആണെങ്കിലും മൺഡേ പ്രിന്റ് ചെയ്യും. ഡേയുടെ വാല്യൂ 1, 2, 3, 4, 5 ഒന്നും അല്ല എന്ത് വരിക? ഡിഫോൾട്ട് സ്റ്റേറ്റ്മെന്റ് വർക്ക് ചെയ്യും. ഓക്കെ, ഓർത്തിരിക്കണേ. നെക്സ്റ്റ് ആണ് കണ്ടീഷണൽ ഓപ്പറേറ്റർ. ഇതിന്റെ എക്സാമ്പിൾ ആണ് മക്കളെ ടെർണറി ഓപ്പറേറ്റർ എക്സാമ്പിൾ ആണ് കണ്ടീഷണൽ ഓപ്പറേറ്റർ അല്ലെ. ഇവിടെ വെക്കാം. ടെസ്റ്റ് എക്സ്പ്രഷൻ ക്വസ്റ്റ്യൻ മാർക്ക് ഫുൾ ക്വസ്റ്റ്യൻ മാർക്ക് ട്രൂ കേസ് കോഡ്, ഫുൾ കോളൻ ഫോൾസ് കേസ് കോഡ്. ടെസ്റ്റ് എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യും. അത് ട്രൂ ആണെങ്കിൽ ട്രൂ കേസ് കോഡ് എക്സിക്യൂട്ട് ചെയ്യും. അതർവൈസ് ഫോൾസ് കേസ് കോഡ് എക്സിക്യൂട്ട് ചെയ്യും.
ഇവിടെ വെക്കാം എയുടെ വാല്യൂ ബി യെക്കാളും വലുതാണെങ്കിൽ CO2 A ഡിസ്പ്ലേ ആയിട്ട് വരും. എയുടെ വാല്യൂ ബി യെക്കാളും വലുതെങ്കിൽ CO2 B ഡിസ്പ്ലേ ആയിട്ട് വരും. ഓക്കെ, സെറ്റ് അല്ലേ? യെസ്. നെക്സ്റ്റ് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്സ് ടൈപ്സ് ഉണ്ട്. 3 ടൈപ്സ് ഉണ്ടാക്കണം. വൈൽ ലൂപ്പ്, ഫോർ ലൂപ്പ്, ഡു വൈൽ ലൂപ്പ്. ഓക്കെ, ഇവിടെ വെക്കാം വൈൽ ലൂപ്പ് എന്ന് പറയാൻ നോക്കാം. വൈൽ ലൂപ്പ് എന്ന് പറഞ്ഞ ഏതൊക്കെ എലമെന്റ്സ് വൈൽ ലൂപ്പ് പറയുന്ന ഐറ്റമാണ് കമ്പോണൻസ് അല്ലെങ്കിൽ എലമെന്റ്സ് അല്ലെങ്കിൽ പാർട്സ് ഓഫ് ലൂപ്പ് എന്ന് പറയുക. മക്കളെ ഇനീഷ്യലൈസേഷൻ, ടെസ്റ്റ് എക്സ്പ്രഷൻ, ബോഡി ഓഫ് ദി ലൂപ്പ്, അപ്ഡേറ്റ് സ്റ്റേറ്റ്മെന്റ് അല്ലേ. ഇവിടെ ഫസ്റ്റ് നോക്കാം. ഇനീഷ്യലൈസേഷൻ ടെസ്റ്റ് എക്സ്പ്രഷൻ ട്രൂ ആണെങ്കിൽ ബോഡി ഓഫ് ദി ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യും. ദെൻ അപ്ഡേറ്റ് സ്റ്റേറ്റ്മെന്റ് വർക്ക് ചെയ്യും. ഇവിടെ വെക്കാം ഐയുടെ വാല്യൂ 1 10 ചെറുതാണോ? 1 10 ചെറുതാണെങ്കിൽ CO2 ഐയുടെ വാല്യൂ 1 പ്രിന്റ് ചെയ്യും. ദെൻ I++ ഐയുടെ വാല്യൂ എത്ര? I = I+1 ആവും. ഐയുടെ വാല്യൂ 1 + 1 2 ആവും അല്ലേ. ദെൻ വീണ്ടും എങ്ങോട്ട് വരും മക്കളെ? I less than 10 വരും. ഐയുടെ വാല്യൂ 2 ആയി. 2 10 ചെറുതാണോ? 2 10 ചെറുതാണെങ്കിൽ CO2 ഐയുടെ വാല്യൂ 2 പ്രിന്റ് ചെയ്യും. ദെൻ അടുത്ത് നോക്കാം. വീണ്ടും ഐയുടെ വാല്യൂ മക്കളെ ഇൻക്രിമെന്റ് ചെയ്യും. ഐയുടെ വാല്യൂ എത്രയാവും മക്കളെ? ഐയുടെ വാല്യൂ 2 + 1 3 ആവും. ദെൻ 3 10 ചെറുതാണോ? 3 10 ചെറുതാണ്. കണ്ടീഷൻ ട്രൂ ആണ്. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ CO2 ഐയുടെ വാല്യൂ 3 പ്രിന്റ് ചെയ്യും. ഓക്കെ, അങ്ങനെ ഇൻക്രിമെന്റ് എവിടം വരെ പ്രിന്റ് ചെയ്യും? എവിടം വരെ പ്രിന്റ് ചെയ്യും? 10 വരെ പ്രിന്റ് ചെയ്യും. സെയിം വർക്കിംഗ് തന്നെയാണ് നമ്മുടെ ഫോർ ലൂപ്പിന്. സിന്റാക്സിലുള്ള മാറ്റം മാത്രമേ ഉള്ളൂ. ഫോർ ഇനിഷ്യലൈസേഷൻ, സെമികോളൻ ടെസ്റ്റ് എക്സ്പ്രഷൻ, സെമികോളൻ അപ്ഡേറ്റ് സ്റ്റേറ്റ്മെന്റ്, ബോഡി ഓഫ് ദി ലൂപ്പ്. ടെസ്റ്റ് എക്സ്പ്രഷൻ ട്രൂ ആണെങ്കിൽ ബോഡി ഓഫ് ദി ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യും. അതർവൈസ് കൺട്രോൾ നേരെ പുറത്തോട്ട് വരും. ഇവിടെ വെക്കാം ഐയുടെ വാല്യൂ 1 ആണെങ്കിൽ 1 10 ചെറുതാണ്. CO2 ഐയുടെ വാല്യൂ 1 പ്രിന്റ് ചെയ്തു. ദെൻ I++ ഐയുടെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്തു. ഐയുടെ വാല്യൂ എത്ര? 2 ആയി. 2 ആണെങ്കിൽ 2 10 ചെറുതാണോ? ചെറുതാണെങ്കിൽ CO2 ഐയുടെ വാല്യൂ 2 പ്രിന്റ് ചെയ്തു. അങ്ങനെ എവിടം വരെ പ്രിന്റ് ചെയ്യും? 10 വരെ പ്രിന്റ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് അടുത്ത് നോക്കാം. ഡു വൈൽ ലൂപ്പ്. പറഞ്ഞാൽ ഇവിടെ വെക്കാം ഇനിഷ്യലൈസേഷൻ, ഡു, ബോഡി ഓഫ് ദി ലൂപ്പ്, അപ്ഡേറ്റ് സ്റ്റേറ്റ്മെന്റ്, വൈൽ ടെസ്റ്റ് എക്സ്പ്രഷൻ. ഇവിടെ വെക്കാം ഐയുടെ വാല്യൂ 1 ആണെങ്കിൽ ഓക്കെടാ. അതായത് ഇവിടെ എന്താണ് ഈ പറഞ്ഞ ഡു വൈൽ ലൂപ്പിന് ഒരു പ്രത്യേകത ഉണ്ട്. കാരണം ഒരു വട്ടം ബോഡി ഓഫ് ദി ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യാം. അറ്റ്ലീസ്റ്റ് ഒരു വട്ടം എന്താണ് ബോഡി ഓഫ് ദി ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യും. എന്നിട്ടായിരിക്കും കണ്ടീഷൻ ചെക്ക് ചെയ്യുന്ന. ഓക്കെ, ഇതിനെ എന്ത് വിളിക്കാം മക്കളെ? എക്സിറ്റ് എന്താണ്? എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പ് എന്ന് വിളിക്കാം. എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പ് എന്ന് വിളിക്കാൻ സാധിക്കും അല്ലേ. യെസ്, ഐയുടെ വാല്യൂ 1 ആണെങ്കിൽ ഐയുടെ വാല്യൂ 1 ആണെങ്കിൽ CO2 ഐയുടെ വാല്യൂ 1 പ്രിന്റ് ചെയ്തു. ദെൻ I++ ഐയുടെ വാല്യൂ നമ്മളെ I = I+1 അഥവാ 1 + 1 2 ആവും. 2 10 ചെറുതാണ്. 2 10 ചെറുതാണെങ്കിൽ എന്തായിരിക്കും മക്കളെ? 2 10 ചെറുതാണ്. CO2 ഐയിലോട്ട് വരും. ഐയുടെ വാല്യൂ 2 പ്രിന്റ് ചെയ്യും. അങ്ങനെ എവിടെ വരെ പ്രിന്റ് ചെയ്യും? 1 2 3 10 വരെ പ്രിന്റ് അല്ലേ. യെസ്. അപ്പൊ ഇതാണ് മക്കളെ എല്ലാത്തിന്റെയും സിന്റാക്സ്. ഇങ്ങനെ പഠിക്കുക. സിന്റാക്സ് എക്സാമ്പിൾ ഇങ്ങനെയുള്ള രീതിയിൽ തന്നെ പഠിച്ചു വെച്ചേക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരിക്കലും മിസ്സാക്കല്. ഈ കാര്യങ്ങൾ മിസ്സാക്കി വളരെ നഷ്ടമായിരിക്കും. സോ എല്ലാവരും കോൺഫിഡന്റ് ആയിട്ട് ഇരിക്കുക. ഈ കാര്യങ്ങൾ മാത്രം ഒന്ന് പഠിച്ചോണ്ട് പോവുക. ഈ കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സിനകത്ത് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിക്കുക. കാരണം കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് ഇമ്പോർട്ടന്റ് ആണ് മക്കളെ. എന്താണ്? സിന്റാക്സും അതിന്റെ എക്സാമ്പിൾസുമാണ്. സോ ഇങ്ങനെ തന്നെ പഠിച്ചു പോയി കഴിഞ്ഞാൽ വളരെ സെറ്റ് ആയിട്ട് ഉറപ്പായിട്ടും ഈ ഒരു സെക്ഷനിൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിരിക്കും. സോ ഒരിക്കലും നിങ്ങൾ മിസ്സാക്കല്. അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ബൈ.